ഞാനിന്നൊരു പുതിയ സാരീൻ്റെ പണിപ്പുരയിലാണ്, നമ്മുടെ ഇൻസ്റ്റോറിന് വേണ്ടിയിട്ടേ. അപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തന്നാലോ എന്ന്. യൂഷ്വലി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ വേറെ മെഷീൻസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ് സെറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെയാണ് ഞാൻ എൻ്റെ ലേസസ് സാരികളിൽ പിടിപ്പിക്കാറ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. അപ്പം അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ലേസസ് ആണ്. യൂഷ്വലി ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഗം ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം ആ ലേസസ് എഡ്ജസിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇതാണ് യൂഷ്വലി ഞാൻ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീനിൽ വെക്കുന്നു. എന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡ് പെഡൽ നൈസായിട്ട് ഒത്തിരി ഒന്ന് ഉയർത്തി പിടിക്കുക. അതായത് പതുക്കെ നമ്മുടെ ലിവർ ഉണ്ടാവും താഴത്ത്, ഈ ഫുഡ് ലിവർ ഉയർത്താൻ വേണ്ടിയിട്ട് അതിൽ പതുക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പോകും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് മൂവ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് വീഴുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൈ സ്പീഡ് മെഷീനാണ്, അപ്പോൾ അതിൻ്റെ ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് സ്പീഡായിരിക്കണം ഇടേണ്ടത്. ഒരു 400 അല്ലെങ്കിൽ 500 സ്പീഡൊക്കെയാണ് മാക്സിമം നമ്മൾ ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് മാക്സിമം കുറച്ചിട്ടിട്ട് 0.5 അല്ലെങ്കിൽ ഒരു 1 ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും.